Make the ground shake. Good morning, children. 9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി തേർഡ് ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് മെറ്റീരിയൽ. Nature of material affects the rate of chemical reaction. First, we study an experiment. We write in the experiment model. നമുക്ക് എക്സ്പെരിമെൻ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ആ മോഡലിൽ തന്നെ എഴുതണം. ഫസ്റ്റ്, മെറ്റീരിയൽസ്, പ്രൊസീജിയർ, ഇൻഫറൻസ്. മെറ്റീരിയൽസ്: 2 test tubes, dilute HCl, then a piece of zinc and a piece of magnesium. Then procedure: take dilute HCl in 2 test tubes, then put magnesium piece in first test tube and സിങ്ക് പീസ് ഇൻ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ്. നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു, ഡൈലൂട്ട് HCl എടുത്തു. ഫസ്റ്റിൽ സിങ്ക് പീസും സെക്കൻഡിൽ മഗ്നീഷ്യം പീസും ഇട്ടു. അപ്പം നമുക്ക് ഒബ്സർവേഷൻ, വാട്ട് ഈസ് ദിസ് ഒബ്സർവേഷൻ? മഗ്നീഷ്യം റിയാക്ട് വിഗറസ്ലി വിത്ത് HCl. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മഗ്നീഷ്യം വിഗറസ് ആയിട്ട് ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന കാണാം. ബട്ട് സിങ്ക് സ്ലോലി റിയാക്ട് വിത്ത് ഡൈലൂട്ട് HCl. നമ്മൾ ഒബ്സർവേഷനും എഴുതി. ദെൻ കൺക്ലൂഷൻ. വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? വി നോ മഗ്നീഷ്യം ഈസ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ദാൻ സിങ്ക്. സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് മഗ്നീഷ്യം. ദെയർഫോർ മഗ്നീഷ്യം റിയാക്ട് ഫാസ്റ്റ് വിത്ത് ഡൈല്യൂട്ട് HCl. ദെൻ കൺക്ലൂഷനും നമ്മൾ എഴുതി. ദെൻ ഇക്വേഷൻ. 2 equations are here. First, Zn plus 2HCl gives ZnCl2 plus H2. Second, Mg plus 2HCl gives MgCl2 plus H2. Next, surface area is a factor of affecting rate of chemical reaction. Surface area. Here also we write in the experiment model. Then first, materials required, procedure, inference. Materials required: 2 test tube, dilute HCl, then a piece of marble and marble powder, equal quantity. ഒരു 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു. അപ്പോൾ ഇനി പ്രൊസീജിയർ നമ്മൾ നോക്കുന്നു. പ്രൊസീജിയർ: ടേക്ക് dilute HCl in 2 test tubes, then put marble piece in first test tube and marble powder in the second test tube. Then observation. We can see reaction is very faster in the test tube in which marble powder is taken. മാർബിൾ പൗഡർ എടുത്ത ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് കാണാം. വാട്ട് ഈസ് ദിസ് ഇൻഫറൻസ്? വി നോ ഇഫ് വി പൗഡേഡ് എ മാർബിൾ ദെൻ ഇറ്റ് സർഫസ് ഏരിയ ഇൻക്രീസസ്. നമ്മൾ ഒരു മാർബിൾ പീസിനെ പൗഡർ ആക്കുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. ദെയർഫോർ ഇഫക്റ്റീവ് കൊളിഷൻ ഇൻക്രീസസ് and rate of reaction increases. Is next, concentration. Here also, what is the materials needed? Materials: 2 test tube, dilute HCl, concentrated HCl, then 2 magnesium pieces.
Procedure. Take 2 test tubes, one with dilute HCl and other with concentrated HCl. Put equal quantity of magnesium in both test tubes. 2 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റി മഗ്നീഷ്യം ഇടുന്നു. Observation. The reaction is very faster in the concentrated HCl test tube. Concentrated HCl taken test tube. Concentrated HCl എടുത്ത ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത് കാണാം. എന്താണ് കാരണം? ഇൻഫറൻസ്. വാട്ട് ഈസ് ദിസ് ഇൻഫറൻസ്? കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, the number of reactant molecules in unit volume increases. Therefore, effective collision increases, rate of reaction increases. You write the equation here. Then, rate of reaction and temperature. Next, temperature. Here, what are the materials required? 2 test tube. Sodium thiosulfate solution, then dilute HCl. Okay, then procedure. എന്താണ് procedure? Take 2 test tube with a sodium thiosulfate solution, then heat one of the test tube. നമ്മൾ 2 ടെസ്റ്റ് ട്യൂബിൽ സോഡിയം തയോസൾഫേറ്റ് എടുത്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിനെ മാത്രം നമ്മൾ ചൂടാക്കുന്നു. Then pour dilute HCl in both test tube. 2 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ dilute HCl ആഡ് ചെയ്യുന്നു. Then observation. Reaction is faster. Here reaction is a precipitate formation. സൾഫറിൻ്റെ precipitate ഫോം ചെയ്യുന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം the reaction is very faster in the test tube, in the heated test tube. ഹീറ്റ് ചെയ്ത ടെസ്റ്റ് ട്യൂബിലാണ് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. Then conclusion. Temperature increases, kinetic energy of molecules increases. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നു. Therefore, reaction rate increases, effective collision increases and rate of reaction increases. Okay. Here also you write the equation here. Na2S2O3 plus HCl gives 2NaCl plus H2O plus SO2 plus S. Here sulfur is the precipitate form. Okay. The next one, catalyst. Catalyst affect the rate of reaction. ഇവിടെ നമുക്ക് 2 types of catalystനെ നമുക്ക് പരിചയപ്പെടാം. First one, which promote or increase the rate of reaction. The other one, decrease the rate of chemical reaction. ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. മറ്റേതോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടൊരു എക്സ്പെരിമെൻ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഹിയർ ഓൾസോ യു റൈറ്റ് ദ മെറ്റീരിയൽസ് റിക്വയർഡ്. വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ്? 2 ടെസ്റ്റ് ട്യൂബ്സ്, hydrogen peroxide H2O2. Then procedure. Take hydrogen peroxide in 2 test tubes. Put manganese dioxide. We take manganese dioxide as catalyst. അപ്പം നമ്മൾ കാറ്റലിസ്റ്റ് മാംഗനീസ് ഡയോക്സൈഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ മാത്രം ഇടുന്നു. പുട്ട് മാംഗനീസ് ഡയോക്സൈഡ് ഇൻ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ്. ദെൻ ഒബ്സർവേഷൻ. Reaction. Here the reaction is decomposition of hydrogen peroxide. Hydrogen peroxide decomposition process ആണ് ഇവിടെ നടക്കുക. അപ്പം the decomposition is very faster in the first test tube. നമ്മൾ മാംഗനീസ് ഡയോക്സൈഡ് ഇട്ട് ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് കാണാം. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് ഓക്സിജനും വാട്ടറും ആകുന്നു. Put a burning splinter at the mouth of the test tube. We can see the splinter burns due to the presence of oxygen. ഓക്സിജൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു ബേണിംഗ് കത്തുന്ന ചന്ദനത്തിരി കാണിക്കുവാണെങ്കിൽ അത് ബേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹിയർ കൺക്ലൂഷൻ. Catalyst affect the rate of reaction. Here manganese dioxide is a positive catalyst. It increase the rate of chemical reaction. Here also you write the equation also. H2O2 gives 2H2O2 gives
H2O പ്ലസ് O2. വാട്ടറും ഓക്സിജനുമായിട്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിക്കമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ വി വൈൻഡ് അപ്പ് ദ ലാസ്റ്റ് ചാപ്റ്റർ. താങ്ക് യു.